അച്ഛൻ്റെ പഴയ ഷർട്ട് പീസ് എങ്ങാനും കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഓടി വന്നോളൂ കേട്ടോ. ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ പണ്ടത്തെ അച്ഛന്മാരൊക്കെ എപ്പോഴും പ്ലെയിൻ കളേഴ്സ് മാത്രമല്ലേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനകത്ത് വർക്കുകൾ കാര്യങ്ങളൊന്നും ഉള്ളത് തന്നെ അവർക്ക് ഇഷ്ടമായിരിക്കില്ല അല്ലേ. ഇത് നമുക്കൊരു 50 രൂപയ്ക്ക് കിട്ടിയ പീസായിരുന്നു കേട്ടോ. പ്യുവർ വൈറ്റ് അല്ല എങ്കിലും ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു. അതിനകത്ത് ഒരു വർക്കും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് എന്തോ ഒരു യൂണിഫോം പോലെ ആയിരിക്കില്ലേ. അപ്പം നമ്മൾ ഇതിനകത്തൊരു ലേസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീനക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. വീനക്ക് എപ്പോൾ ചെയ്യുമ്പോഴും അതൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വീനൊക്കെ അടിച്ച് മറിച്ചെടുക്കുന്നത് പോലെ ഒന്ന് അടിച്ച് മറിച്ച് എടുക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കറക്റ്റ് പക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയൺ ചെയ്ത് കൊടുത്തിട്ട് കഴുത്തടിച്ച് മറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, നല്ല ഫിനിഷിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ അതിന് വേണ്ടിയിട്ട് 2 പീസ് വീനൊക്കെ അടിച്ചെടുത്ത് പിന്നെ എക്സ്ട്രാ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേ ആ പീസുകൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കറക്റ്റ് രണ്ടും ഒരേ അളവിലല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് വിട്ടോളൂ കേട്ടോ. എന്നിട്ട് നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് എടുക്കുക. അടിച്ചെടുത്ത് ലാസ്റ്റ് എത്തുന്ന സമയത്ത് ആ ഭാഗം മാത്രം നമ്മൾ അടിച്ചെടുക്കണ്ട. അതങ്ങനെ അടിച്ച് വന്നതിന് ശേഷം അത് അടിഭാഗം ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഉള്ളിലേക്കുള്ള വശത്തേക്ക് നമ്മളിതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ അടിവശത്ത് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുക ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മറിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ ബോൾ പിന്നോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് സെക്യൂർ ചെയ്തിട്ട് അടിക്കുക. പിന്നെ ഇതിനകത്ത് നമുക്ക് അളവുകളൊന്നും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അളവിൻ്റെ അടുത്ത് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതിനകത്ത് നമുക്ക് വൈറ്റിന് ഈ ഒരു കളർ നന്നായിട്ട് ചേരുന്ന പോലെ തോന്നി. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വഴിയെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ നമുക്ക് ഈ വീഡിയോയിൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ലൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കഴുത്ത് കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അധികം കഴുത്തിറങ്ങി കിടക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ലേസല്ല ഒരു കട്ട് പീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവസാനം നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതുപോലെ ആയിരിക്കും കേട്ടോ എന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.